ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഞങ്ങളും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാ നാട്ടിലെത്തി കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ വീടും പരിസരവും കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. ആ ഒരു സന്തോഷമാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി നമ്മൾ വീട്ടിലെത്തിയാലും പാതിരാത്രി വീട്ടിലെത്തിയാലൊക്കെ രാവിലെ ആകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഒരു വല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഭയങ്കര ഒരു പൂതിയായിരിക്കും. ഒന്ന് മുറ്റത്തിറങ്ങുക, മുറ്റം കാണുക, നമ്മൾ ഗാർഡൻ കാണുക, ചെടികൾ കാണുക, പൂക്കൾ കാണുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാഷാ അല്ലാഹ് ഇപ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്നൊരു ടൈമാണല്ലോ. ആ ഒരു ടൈമിങ്ങാണ് ഇപ്പോൾ ഒരു 4-5 മാസം നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസം. എവിടെ പോയാലും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അൽഹംദുലില്ലാ, എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമുക്കൊരു വീടുണ്ടാകുക എന്ന് പറയുന്നൊരു വലിയൊരു സന്തോഷമാണ്. നമ്മളെക്കാളും സന്തോഷമാണ് നമ്മളടുത്ത് വരുന്ന നമ്മളെ റിലേറ്റീവ്സിനോ നമ്മളെ ഫ്രണ്ട്സിനും നമ്മളടുത്ത് വന്നിരിക്കുമ്പോൾ. എല്ലാവരും ചോദിക്കും എപ്പോഴെത്തുക, വേഗം വാ, അവിടെ വന്നിരിക്കണം എന്ന് പറയും. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെത്തിയിട്ടുണ്ട്. വീട്ടിൽ ആളുണ്ടാവലുണ്ട്, എന്നാലും നമ്മളുള്ള പോലെ ആവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോഴാണ് നമ്മളെ വീട്ടിൻ്റെ ഭംഗി മനസ്സിലാകുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളില്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. വീട്ടിൽ ആളില്ലെങ്കിൽ വീടാകെ ഒരു വല്ലാത്ത മോശം കണ്ടീഷനാവും. അങ്ങനെയൊന്നും ഉണ്ടാവലില്ല ഇതുവരെ, അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവലുണ്ട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും പരിസരം കാണുക, ചെടി എന്തായി എന്നൊക്കെ ഉള്ളത് വലിയൊരു ആകാംക്ഷയായിരിക്കും. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളുകൾ പിന്നെ മാഷാ അല്ലാഹ് നല്ലോണം ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, ചെടിയും പരിസരമൊക്കെ. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലും അവർ ക്ലീൻ ചെയ്യും. എന്നാലും നമ്മളുള്ള പോലെ ആവില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീടെന്തായി പരിസരം എന്തായി എന്ന് ഇങ്ങനെ ആലോചിക്കും. പക്ഷേ വീട് പരിസരമൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. വീട്ടിലെ ബാക്ക് യാർഡാണിത്. ചെടി എന്തായി പൂക്കൾ എന്തായി എന്നൊക്കെ ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷ നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു രസമായി. ഇതൊക്കെ കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ടാസ്ക്കാണ്, വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ വീട്ടിൽ തന്നെ ഇരുന്നാലും ശരിയാവില്ല, ഇടയ്ക്ക് യാത്രകളുണ്ടാവും. അപ്പോൾ വന്നു കഴിഞ്ഞ ഉടനെ ഈ ഫ്രൂട്ട്സൊക്കെ എന്തായി, പച്ചക്കറികളൊക്കെ എന്തായി എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു എന്താ പറയുക, മനസ്സിനൊരു വല്ലാത്തൊരു സുഖം കിട്ടുന്നൊരു കാര്യമാണ് വീട്ടിൽ ചെടികൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. അത് എത്ര ചെറിയ പ്ലോട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെടികളും കുറച്ച് ഫ്രൂട്ട്സൊക്കെ നട്ടുപിടിപ്പിക്കുക, അത് നമുക്ക് കണ്ടിരിക്കാനും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ നന്നായിട്ട് ഗസേബോകളും അതുപോലെ പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ മുറ്റത്തുനിന്നൊക്കെ ഗാർഡൻ യൂസ് ചെയ്യും നന്നായിട്ട്. ഫുഡ് കഴിക്കാനായാലും ടീ ടൈമിലായാലും ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാനായാലും കുട്ടികളൊക്കെ കൂടെ കളിക്കാനായാലും ഒക്കെ നമ്മൾ നല്ലോണം യൂസ് ചെയ്യുന്നതാണ് പുറത്തൊക്കെ. അപ്പോൾ നല്ല നല്ല മുളകുകളൊക്കെ ഉണ്ട്, പല വെറൈറ്റി. പലതരം ബട്ടർഫ്ലൈസ് ഉണ്ടാവും, പല ടൈപ്പ് കിളികളുണ്ടാവും. കിളികളെ എന്താ പറയുക, കളകള ശബ്ദങ്ങൾ, അത് രാവിലെ തന്നെ കേൾക്കാൻ തന്നെ ഒരു വല്ലാത്ത രസമാണ്. എപ്പോഴും കിളികളുടെ സൗണ്ടാണ് ഫുൾ ടൈം. ഇതും വേറൊരു വെറൈറ്റിയാണ് മുളകുകൾ. പിന്നെ എന്താ പറയുക, ഈ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും അതിൻ്റെ പൂവ് വരുമ്പോൾ തന്നെ പക്ഷികൾ കൊണ്ടുപോകുന്നു, ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും കിട്ടും. മിറാക്കിൾ ഫ്രൂട്ട് അറിയാലോ, കഴിച്ച് കഴിഞ്ഞാൽ അതിന് അത്ര വലിയൊരു ടേസ്റ്റൊന്നുമല്ല. പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ഫ്രൂട്ട്സ് കഴിക്കുമോ ആ ഫ്രൂട്ട്സിൻ്റെ ഒരു ടേസ്റ്റ്, അത് അപ്പോഴാണ് മിറാക്കിൾ. അതാണ് മിറാക്കിൾ. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല.
അതൊരു വല്ലാത്തൊരു മിറാക്കിൾ തന്നെയാണ്. ഇത് ഒരു ഔട്ട് കിച്ചണാണ്. അപ്പോൾ ഈ ഒരു കിച്ചൺ കാണിക്കണമെന്ന് പലപ്പോഴും എല്ലാവരും പറയലുണ്ട്, പക്ഷെ കൂടുതലായിട്ട് ആരും കാണിക്കലില്ല. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ നോക്കട്ടെ. എന്താ പറയുക, ഒരുപാട് നല്ല കാര്യമാണ് പുറത്തൊരു കിച്ചൺ ഉണ്ടാകുന്നത്. നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ അവിടെയുള്ള സിങ്കിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴോ, പിന്നെ കൂടുതൽ ഫിഷും ചിക്കന് മട്ടന് ബീഫൊക്കെ കഴുകാനും അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും ഒക്കെ ആ കിച്ചണാണ് യൂസ് ചെയ്യുന്നത്. മീൻ പൊരിച്ച് കഴിഞ്ഞാലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ വീട്ടിലൊക്കെ. അപ്പോൾ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് കൂടുതലായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തൊരു കിച്ചൺ ഉണ്ടാകുമെന്ന് പറയുന്നത്. എത്ര ചെറുതാണെങ്കിലും ചെറിയൊരു കിച്ചൺ പുറത്ത് വരുന്നത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ മുറ്റമൊക്കെ കണ്ടപ്പോൾ വലിയ ആശ്വാസമായി, സമാധാനമായി. ഇനിയൊരു മേജർ പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഈ ഒരു കുക്കിംഗ് റേഞ്ച് യൂസ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് 3 മന്ത് മാത്രമേ യൂസ് ചെയ്യാണ്ടുള്ളൂ. അപ്പം തന്നെ ഫ്ലെയിമൊക്കെ കുറവാണ് വരുന്നത്. ഇതെന്താ ഇങ്ങനെ പറ്റിയെന്ന് വിചാരിച്ച് ഒരു ഫുൾ ചെക്കപ്പ് നടത്തിയപ്പോഴാണ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു കാര്യം വന്നത്. അതായത് കുറച്ച് എന്താ പറയുക, ഈ തുരുമ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ തുരുമ്പ് വന്നു ഈ ഒരു സ്പാർക്ക് വരുന്ന സ്ഥലത്തും പിന്നെ ഇത്തരം സ്ഥലത്തൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ വേഗം തന്നെ വാക്യൂം ക്ലീനർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തു. അത്യാവശ്യം ഒന്ന് തുടച്ചതിന് ശേഷമാണ് വാക്യൂം ക്ലീനർ വെച്ചത്. അപ്പോഴാണ് ഉള്ളിൽ നിന്നൊക്കെ അതിങ്ങോട്ട് വരിക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്താ പറയുക, ഇത് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലോയലിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഈ ലോയലിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ടാൽ തന്നെ നന്നായിട്ട് ഇത്തരം സ്റ്റൈലൊക്കെ റിമൂവ് ആവും. ഇത് കയ്യിലുണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. അത്രമാത്രം ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് ഇത്തരം കറകൾക്ക്. പിന്നെ ചില ടൈൽസിൽ നിന്ന് ചില കറകൾ പോകാണ്ടുണ്ടാവില്ല. അതായത് കുക്ക് ചെയ്തതിൻ്റെ ഒരു കറകളുണ്ടാവില്ല. നമ്മൾ എത്ര ക്ലീനാക്കി കഴിഞ്ഞാലും ചിലപ്പോൾ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ഒന്നടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിമൂവ് ആവും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് ഫസ്റ്റ് ഓയിൽ ഇട്ടിട്ട് അതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ ഞാൻ സെക്കൻഡ് യൂസ് ചെയ്ത ഈ ഒരു സൊല്യൂഷൻ ഇട്ടിട്ട് നമ്മളെ ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. സ്പ്രേ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഈ സ്റ്റെയിൻ റിമൂവ് ആയി വരും. അപ്പോൾ ഇരുമ്പിൻ്റെ കറകളൊക്കെ ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നന്നായിട്ട് ക്ലീനായി, പെട്ടെന്ന് തന്നെ ക്ലീനായി. പക്ഷേ ഏറ്റവും നല്ലത് ആ ലോയലിൻ്റെ ഒരു ഫസ്റ്റ് കാണിച്ച ആ ഒരു കാര്യമാണ്. അത് വെച്ചാൽ തന്നെ നന്നായി ക്ലീൻ ആവും. പിന്നെ ഇതും അടുപ്പ് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് എന്താ പറയുക, ഇത് നന്നായിട്ട് പ്രശ്നം വന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ തന്നെ ഇപ്പോൾ നല്ല ക്ലീനായി. ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടാണ് നന്നായിട്ട് കറകൾ ഉണ്ടായിരുന്നത്, ഇരുമ്പിൻ്റെ കറയല്ലേ. അപ്പോൾ അത് പോകാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിമൂവ് ആയത് കണ്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ടിഷ്യൂ വെക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലോട്ട് ടിഷ്യൂ വെക്കുക. ഉള്ളിലോട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ സ്പൂണിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പ്രേ ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് റിമൂവ് ആക്കുക. ആ സമയത്ത് ഉള്ളിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു സ്റ്റെയിന്, ആ ഒരു വളരെ ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ കാര്യങ്ങളാണ് പോയിട്ട് അടഞ്ഞു നിൽക്കുക, ഫ്ലെയിം വരാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനാവും.
ഇനിയിപ്പോൾ ഈ ഒരു ജിഫിൻ്റെ ഈ ഒരു ഫോം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിനെ കൊണ്ട് കിട്ടുന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അടുപ്പ് ഷൈനിങ് വരും, നല്ലൊരു വല്ലാത്തൊരു ക്ലിയർ ആയിട്ട് വരും. അതാണ്, അല്ലാതെ ഇതിനേക്കാളും നല്ലത് സ്റ്റെയിൻ റിമൂവറായിട്ട് ഫസ്റ്റ് കാണിച്ചതാണ് ഏറ്റവും നല്ലത്. ഇതും നല്ല തന്നെയാണ്, ഈ 3 ഐറ്റംസും നല്ല തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടുപ്പിൻ്റെ ഇത്തരം ഐറ്റംസിലാണ് കൂടുതൽ കറ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ കട്ട് ചെയ്തതും കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നല്ലോണം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ വെക്കുക. അല്ലെങ്കിൽ രാത്രി അങ്ങനെ വെച്ചിട്ട് രാവിലെ എടുത്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിൻ്റെ ആ ഒരു റിയൽ കളേഴ്സോ അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ്ങോ പോവും വിചാരിച്ചിട്ട് കുറേ ബ്ലീച്ച് പോലത്തെ സംഭവമല്ലേ, അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ഇട്ട് വെക്കാറില്ല. അപ്പം ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് ക്ലിയർ ആവും. നന്നായി ക്ലീനായി വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പം തന്നെ പെട്ടെന്ന് ക്ലിയറായി വരും. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഇൻസ്റ്റ കണ്ടുകൊണ്ടാണ് ടൈം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന ഇൻസ്റ്റയും വീഡിയോസ് എല്ലാം കണ്ടിരിക്കാൻ നമുക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഫ്രീ ടൈമിലെല്ലാം ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ജോലിയെല്ലാം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് കംപ്ലീറ്റ് ക്ലീനായി. അതിന് ശേഷം എല്ലാ അടുപ്പും ഒന്ന് ഓൺ ചെയ്ത് നോക്കി, ഒക്കെ ഓക്കെ ആയി. ഇനി നമ്മളിപ്പോൾ ഹുഡ് ഹോബ് എന്നെല്ലാം പറയുന്നൊരു സംഭവങ്ങൾ അത്രമാത്രം ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം എപ്പോഴും ഡിഷ് വാഷറാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് എളുപ്പമാണ്. അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് സ്പോഞ്ച് വെച്ച് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ തായ്ലാൻഡ് മാങ്ങ കഴിച്ചോ എന്ന് നോക്കി. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.